അജിത് ഡോവൽ ആ രഹസ്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അത് കേട്ടിട്ട് പാകിസ്ഥാൻ വരെ ഞെട്ടിയെന്നാണ് പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിരുന്ന ഊഹാപോഹങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി അജിത് ഡോവൽ പറയുകയാണ്. പ്രത്യേകിച്ച് ഈ ഓപ്പറേഷന്റെ ചുക്കാൻ പിടിച്ചത് അജിത് ഡോവൽ കൂടിയാണ്. അപ്പൊ അജിത് ഡോവൽ പറയുന്നത് കൃത്യമാണ്, ഔദ്യോഗികമായി പറയുന്നത് കൂടിയാണ്. എന്താണ് അജിത് ഡോവൽ ഇപ്പോ പൊട്ടിച്ച രഹസ്യത്തിന് പിന്നിൽ? കഴിഞ്ഞ മെയ് 7-ാം തീയതിയാണ് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നത്. നമുക്കറിയാവുന്ന പോലെയാണ് അജിത് ഡോവലാണ് ഇതിൻ്റെയൊക്കെ ബുദ്ധി കേന്ദ്രം. കാര്യം പുള്ളിക്കാരൻ നേരിട്ട് കണ്ട കുറേ സ്ഥലങ്ങളുണ്ട്. ഈ പാകിസ്ഥാൻ്റെ ബ്ലൂ പ്രിൻ്റ് കയ്യിൽ കൊണ്ടു നടക്കുന്ന ആളാണ് അജിത് ഡോവൽ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് പ്രകാരമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പദ്ധതിയുടെ നടത്തിപ്പ് മാത്രമാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഏതാണ് നടന്നതെന്നുള്ള കുറേ മാധ്യമ വാർത്തകൾ വന്നതല്ലാണ്ട് കൃത്യം എന്താണെന്നുള്ളത് അജിത് ഡോവൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇതുവരെ അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അദ്ദേഹം പ്രധാനമന്ത്രി വിളിച്ചു ചേർക്കുന്ന ഉന്നതതല സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നു, കാര്യങ്ങൾ വിശദീകരിക്കുന്നു, തന്ത്രങ്ങൾ രൂപീകരിക്കുന്നു, മടങ്ങുന്നു. അതിനപ്പുറം ഇതുവരെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടാതിരുന്ന അജിത് ഡോവൽ കഴിഞ്ഞ ദിവസം ചെന്നൈ IITയുടെ അവരുടെ ഈ കോൺവെക്കേഷൻ നടത്തി 63ാമത് കോൺവെക്കേഷനിൽ അജിത് ഡോവലായിരുന്നു മുഖ്യാതിഥി. അപ്പോൾ അതിൽ പ്രഭാഷണത്തിൽ പുള്ളിക്കാരൻ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള നമ്മൾ ഇങ്ങനെ കുറേയൊക്കെ ആലോചിച്ച് കൂട്ടിയ കാര്യങ്ങൾക്കൊക്കെ ഒരു സ്ഥിരീകരണം അദ്ദേഹം തന്നേക്കാണ്. അദ്ദേഹം പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച ഒരു അഭിമാനകരമായ പദ്ധതിയാണ്. പല കാര്യങ്ങളെ കുറിച്ചും നമുക്കതിൽ അഭിമാനിക്കാനുണ്ട്. കാരണം നമ്മൾ ലക്ഷ്യമിട്ട എന്തൊക്കെയാണോ അത് കൃത്യമായി നേടി. ഒരു അണു ഇട പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുമില്ല. ലക്ഷ്യമിട്ടതിനപ്പുറമുള്ളതൊന്നും നമ്മൾ ചെയ്തിട്ടുമില്ല. അതായത് ചില വിദേശ മാധ്യമങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ഒരുപാട് വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു. അതായത് പാകിസ്ഥാൻ്റെ തിരിച്ചടിയിൽ ഇന്ത്യയിൽ കനത്ത നാശനഷ്ടം ഉണ്ടായെന്ന തരത്തിലാണ് വാർത്തകൾ വന്നത്. അപ്പോൾ അത്തരം വാർത്തകൾ പടച്ചുവിട്ട അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതിന് തെളിവ് ഹാജരാക്കണമെന്നാണ് അജിത് ഡോവൽ പറയുന്നത്. അതിന് തെളിവെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ചില്ല് പൊട്ടിയതായി തെളിയിക്കുക, അതിനുള്ള തെളിവുകളുണ്ടോ എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ ആ സമയത്ത് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇന്ത്യയുടെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന തരത്തിൽ ഒരുപാട് പ്രചരണങ്ങൾ നടന്നു. റഫേലിൻ്റെതെന്ന് പറയുന്ന തരത്തിൽ എന്തൊക്കെയോ വിമാനഭാഗങ്ങളുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ വല്ലാത്ത രീതിയിൽ പ്രചരിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഇപ്പോൾ കുറേ കൂടി ആധികാരികമായി നമുക്കിപ്പോൾ പറയാൻ സാധിക്കും, റഫേൽ ഒരെണ്ണം പോലും വീണിട്ടില്ല ഓപ്പറേഷൻ സിന്ദൂറിൽ. അപ്പോൾ ഇത്തരത്തിൽ കുറേ സോഷ്യൽ മീഡിയ പ്രചരണങ്ങളാണ് പാകിസ്ഥാനും നടത്തിക്കൊണ്ടിരുന്നത്. കാര്യം അവരുടെ കയ്യിലും കൃത്യമായ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്തൊക്കെ സൈനിക നേതൃത്വം വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് ഉപഗ്രഹ ചിത്രങ്ങൾ സഹിതം ബിഫോർ ആൻഡ് ആഫ്റ്റർ വെച്ച്, അതായത് മുൻപുണ്ടായിരുന്നതും ഇപ്പോഴുണ്ടായിരുന്നതും നമ്മുടെ ദൗത്യത്തിന് ശേഷം അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് സഹിതം കൃത്യമായി വിശദീകരിക്കുന്നുണ്ടായിരുന്നു. തെളിവുകൾ സഹിതമാണ് ഇന്ത്യ പുറത്തുവിട്ടത്. അപ്പോൾ ഇവിടെ അജിത് ഡോവൽ പറയുകയാണ്, ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര മാധ്യമം, അവർ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാനിലുണ്ടായ നാശനഷ്ടങ്ങൾ, അതായത് മെയ് 10 പ്രസിദ്ധീകരിച്ച ന്യൂയോർക്ക് ടൈംസിൻ്റെ വാർത്തയിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ, അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപും ശേഷവും എന്ന രീതിയിൽ ചിത്രങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിൽ ഈ പറയുന്ന ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ വ്യക്തമാണ്, എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നുള്ളത്. അപ്പോൾ അജിത് ഡോവൽ അതിന് പറയുകയാണ്, ഇതല്ല ഇതിനപ്പുറവും ചെയ്യാൻ ഇന്ത്യയെ കൊണ്ട് സാധിക്കും. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, നമ്മൾ മെയ് 7-ാം തീയതി പുലർച്ചെ ഉദ്ദേശിച്ച സ്ഥലങ്ങൾ, അതായത് ഇന്ത്യയുടെ പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ എന്ന് കണ്ടെത്തി കൃത്യമായ പ്രിസിഷൻ സ്ട്രൈക്കിംഗ് ആണ് നടത്തുന്നത്. അതായത് കൃത്യമായ സൂക്ഷ്മതയോടെയുള്ള ആക്രമണം, ലക്ഷ്യം തെറ്റാതെയുള്ള ആക്രമണം. ആ ലക്ഷ്യം നമ്മൾ നേടി. അതിനപ്പുറമുള്ളതൊന്നും, അതായത് എന്താണോ ഉദ്ദേശിച്ചത് അത് മാത്രം നമ്മൾ നേടി. അതിനപ്പുറമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ നമ്മൾ പോയിട്ടില്ല. പിന്നെ അതുമാത്രമല്ല, ഇന്ത്യയിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള തെളിവ് പുറത്തുവിടണം. അതുമാത്രമല്ല, ഇന്ത്യ ഉപയോഗിച്ചതെല്ലാം തന്നെ ഇവിടുത്തെ ഏറിയ പങ്കും നമ്മുടേതായ സ്വതസിദ്ധമായ തദ്ദേശീയമായ സാങ്കേതിക വിദ്യകളാണ്. അതിലും ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എന്നാണ് ഈ പറയുന്ന അജിത് ഡോവൽ
IIT മദ്രാസിൽ നടന്ന പ്രഭാഷണത്തിൽ പറഞ്ഞത്. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചാനലിന്, ഒരു നാഷണൽ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യയുടെ ഒരു മുൻ സൈനിക മേധാവിയോ ഇത്തരത്തിൽ നമ്മുടെ ഒരു വിമാനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷം ഇവിടെ കിടന്ന് കുറേ തുള്ളലൊക്കെ നടത്തിയില്ലേ? ആ സൈനിക വിമാനം വീണു എന്നുള്ളത് നേര് തന്നെയാണ്. റഫേൽ വിമാനം തന്നെയാണ് വീണത്. അത് റഫേൽ അധികൃതർ തന്നെ അത് പറയുന്നുണ്ട്. റഫേൽ, അതായത് ദസോത്ത് ഏവിയേഷൻസിൻ്റെ CEO പറയുകയും ചെയ്തു. പക്ഷേ അത് ഓപ്പറേഷൻ സിന്ദൂറിലല്ല സംഭവിച്ചത്. പരിശീലന പറക്കലിനിടെ 12,000 അടി ഉയരത്തിൽ വെച്ച് ഒരു സാങ്കേതിക പിഴവ് കൊണ്ട് ഒരു റഫേൽ വിമാനം വീണു എന്നാണ് ദസോത്ത് ഏവിയേഷൻസ് അധികൃതർ പറയുന്നത്. ഇന്ത്യൻ വ്യോമസേന ഇതുവരെ അക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. അവർക്ക് കിട്ടിയ വിവരം അങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഒരു വിമാനവും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഈ പാകിസ്ഥാൻ അവർ 3 റഫേൽ വീഴ്ത്തി എന്ന് അവകാശപ്പെടുന്നുണ്ട്. അതിൻ്റെ കാരണവും കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. നേരത്തെ ഒരു വാർത്തകൾ വന്നു, ഈ ഡമ്മി വിമാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ പാകിസ്ഥാനെ പറ്റിച്ചു എന്നുള്ളത്. അതായത് റഫേലിന് സമാനമായ റഡാർ സിഗ്നലുകൾ ഘടിപ്പിച്ച ആളില്ലാ വിമാനങ്ങൾ അയച്ച് പാകിസ്ഥാനെ പറ്റിച്ചു. അവർ റഫേൽ എന്ന് കരുതി വെടിവെച്ചിട്ടത് ആളില്ലാ വിമാനമാണ് എന്നാണ് മുൻപ് വാർത്തകൾ വന്നത്. എന്നാൽ ഇപ്പോൾ അതിന് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വന്നേക്കാണ്. ആളില്ലാ വിമാനവും അല്ല, യഥാർത്ഥ റഫേൽ തന്നെയാണ് അവിടെ പോയത്. പക്ഷേ ആ റഫേലിൽ ഒരു ആളെ പറ്റിക്കുന്ന ഒരു ഏർപ്പാട് റഫേൽ അധികൃതർ, അതായത് ദസോത്ത് ഏവിയേഷൻസ് റഫേലിൻ്റെ സാങ്കേതികപരമായിട്ട് അതിൽ യോജിപ്പിച്ചിട്ടുണ്ട്. അതിന് എക്സ് ഗാർഡ് എന്നാണ് അത് അറിയപ്പെടുക. ഈ വിമാനത്തിൻ്റെ ചിറകിലെ ഒരു ചെപ്പിനുള്ളിൽ ഒളിപ്പിച്ച ഒരു സംഗതിയാണ്. ഒരു 100 മീറ്റർ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി ബന്ധിപ്പിക്കുന്ന ഒരു സിലിണ്ടർ പോലത്തെ ഒരു സംഗതി. അത് രൂപം അങ്ങനെയാണ്. ഒരു അപകട സ്ഥലമെത്തുമ്പോൾ പൈലറ്റ് ഈ ചെപ്പ് തുറക്കുകയും ഈ 100 മീറ്റർ നീളമുള്ള ഈ എക്സ് ഗാർഡ് പുറത്തേക്ക് നീളുകയും ചെയ്യും. ഈ എക്സ് ഗാർഡ് അത് ഏതാണ്ട് 500 വാട്ട്സ് 360 ഡിഗ്രിയിൽ 500 വാട്ട്സ് ശേഷിയുള്ള റഡാർ സിഗ്നലുകൾ പുറപ്പെടുവിക്കാൻ ശേഷിയുള്ള ഒരു യന്ത്രമാണ്. അപ്പോൾ ഈ എക്സ് ഗാർഡ് വഴി ഈ റഫേലിന് സമാനമായ റഡാർ സിഗ്നലുകൾ ഇത് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ യഥാർത്ഥ വിമാനം 100 മീറ്റർ ഇപ്പറേ നിൽക്കുകയും ഈ എക്സ് ഗാർഡ് ഈ റഡാർ സിഗ്നലുകൾ കൊടുക്കുകയും ചെയ്യുമ്പോൾ താഴെ നിൽക്കുന്ന റഡാർ സംവിധാനത്തിന് ആശയക്കുഴപ്പമുണ്ടാവും. യഥാർത്ഥ വിമാനമാണെന്ന് കരുതി ഒരു മിസൈൽ തൊടുത്തു വിടുന്നത് ഈ എക്സ് ഗാർഡിന് നേരെയായിരിക്കും. അപ്പോൾ ഈ പറയുന്ന വിമാനത്തെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ എക്സ് ഗാർഡ് നമുക്ക് ഉപയോഗത്തിന് ശേഷം തിരിച്ച് വിമാനത്തിനുള്ളിലേക്ക് തന്നെ വലിച്ചു കയറ്റി വെക്കാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഈ റഡാർ സംവിധാനത്തിൽ ഒരു റഫേൽ വരുന്നതായിട്ട് റഡാർ കാണുന്നു, ഇവർ മിസൈൽ വിടുന്നു, പെട്ടെന്ന് ആ എക്സ് ഗാർഡും വലിച്ചുകൊണ്ട് പൈലറ്റ് അങ്ങ് പോകും. ആ സിഗ്നൽ ഓഫ് ചെയ്യുമ്പോൾ ഇവർ കരുതുന്നത് എന്താ, ആ റഡാറിൽ നിന്ന് റഫേൽ അപ്രത്യക്ഷമായി, റഫേൽ വീണു. ഇങ്ങനെ കരുതിയാണ് ഇവർ 3 റഫേലുകൾ വീണു എന്നുള്ളത് അവകാശപ്പെട്ടത്. പക്ഷേ അതിലൊന്നും ഒരു വാസ്തവമില്ല. അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്നതാണ് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഇനി അജിത് ഡോവലിൻ്റെ ഇത്തരം തുറന്നു പറച്ചിലുകൾ അത് വലിയ, അതായത് നമ്മുടെ ഒന്നും വീണിട്ടില്ല, നമുക്കൊരു ചില്ല് കഷ്ണം പോലും പൊട്ടിയിട്ടില്ല, അത് കൃത്യമായി ഇതിന്റെ ബുദ്ധി കേന്ദ്രമായ അജിത് ഡോവൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ തുള്ളാനായിട്ട് പ്രതിപക്ഷം അതിനെന്തെങ്കിലും ഉണ്ടോ? പ്രതിപക്ഷം ഇപ്പോഴും ആവശ്യപ്പെടുന്ന പ്രത്യേക പാർലമെന്ററി സമ്മേളനം വിളിച്ചു ചേർക്കണം, ഈ കാര്യം വസ്തുതകൾ പുറത്തുവിടണം, ഭരണപക്ഷത്തിന് എന്തൊക്കെയോ മറച്ചു വയ്ക്കാനുണ്ട് എന്നുള്ളതാണ്. പക്ഷേ വസ്തുത എന്തെന്നാൽ ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്, അതിന് രഹസ്യ സ്വഭാവമുണ്ട്. അതിപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു ചേർത്തെല്ലാം വിളമ്പേണ്ട ആവശ്യം തൽക്കാലമില്ല. അത് സൈനിക രഹസ്യങ്ങളാണ് ഏറിയ പങ്കും. അത് ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഇന്ത്യക്ക് വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ നമ്മൾ നഷ്ടത്തിൻ്റെ കണക്കല്ലല്ലോ നോക്കേണ്ടത്, നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യം നേടിയോ ഇല്ലയോ എന്നാണല്ലോ. അപ്പോൾ സൈനിക രഹസ്യങ്ങൾ അതൊരു പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു ചേർത്ത് പൊതുചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് അത് രാജ്യസുരക്ഷയ്ക്ക് നല്ലതാകില്ല എന്നാണ് കരുതേണ്ടത്. അപ്പോൾ ഇക്കാര്യത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ആരോപണത്തിൻ്റെ അടിസ്ഥാനം ഇത്രയേ ഉള്ളൂ. ഈ ഓപ്പറേഷൻ സിന്ദൂർ ഭരണപക്ഷത്തിന് വലിയ രീതിയിലുള്ളൊരു പ്രതിച്ഛായ നൽകിയിട്ടുണ്ട്. രാജ്യത്തെമ്പാടും സർക്കാരിനൊരു മതിപ്പ് സമ്മാനിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയമായി പ്രതിപക്ഷത്തിന് ഗുണം ചെയ്യില്ല. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടുള്ള രാഷ്ട്രീയ നാടകങ്ങളുടെ പേരിലാണ് ഇത്തരം ആരോപണങ്ങളൊക്കെ വരുന്നത് അത്രയും.